ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ദാനം അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ നോമ്പ് തുറക്കാൻ ബാങ്ക് വിളിയും കാത്ത് ഒരു വൃദ്ധൻ ക്ഷമയോടെ പള്ളിക്കു പുറത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് തളർന്ന വെറും കൈയോടെ ഒരു കൊച്ചുകുട്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നത്. കയ്യിൽ ഒരു ഈന്തപ്പഴം മാത്രം ബാക്കി വെച്ച് വൃദ്ധൻ ആൺകുട്ടിക്ക് കയ്യിലുള്ള 2 ആപ്പിളും നൽകി. കുട്ടി നന്ദിയോടെ സ്വീകരിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വൃദ്ധൻ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു വലിയ കുട്ടയിൽ നിറച്ച ഭക്ഷണവുമായി ഒരു ധനികനായ അപരിചിതൻ അദ്ദേഹത്തെ സമീപിച്ചു. ഇതിന് അർഹതപ്പെട്ട ഒരാളെ ഞാൻ തിരയുകയായിരുന്നു. ഇയാളാണ് ഇതിന് അർഹതയുള്ളത്, അപരിചിതൻ പുഞ്ചിരിയോടെ പറഞ്ഞു. വൃദ്ധന് കൊട്ട് കൊടുത്തു. അപരിചിതൻ നടന്നകലുമ്പോൾ വൃദ്ധന് ഓർമ്മ വന്നത് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് അല്ലാഹു കരുണ കാണിക്കും എന്ന ഖുർആൻ വാക്യമാണ്. തന്റെ ചെറിയ കാരുണ്യപ്രവൃത്തി തനിക്ക് കൂടുതൽ പ്രതിഫലം നൽകിയെന്ന് അയാൾ മനസ്സിലാക്കി. നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ സമ്പത്തും അനുഗ്രഹങ്ങളും വർദ്ധിക്കുമെന്ന് ഈ ഹൃദയസ്പർശിയായ കണ്ടുമുട്ടൽ വൃദ്ധനെ പഠിപ്പിച്ചു. സമ്പന്നനായ ഒരു വ്യാപാരിയായ അബ്ദുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. പിശുക്കനും ആവശ്യക്കാരെ സഹായിക്കാൻ മടിക്കുന്നവനുമായിരുന്നു അദ്ദേഹം. ഒരു ദിവസം ഒരു വ്യാപാരയാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ അബ്ദുള്ള വിശന്നു വലഞ്ഞു. നടക്കുന്നതിനിടയിൽ ഒരു ഈന്തപ്പഴം വിൽപ്പനക്കാരനെ കണ്ടു. കുറച്ചു വാങ്ങി തന്റെ വിശപ്പടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ലായിരുന്നു. അബ്ദുള്ളയുടെ ശോകമൂകമായ മുഖം കണ്ട വ്യാപാരി എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു. അബ്ദുള്ള തന്റെ അവസ്ഥ വിവരിച്ചു. അബ്ദുള്ള പറഞ്ഞത് കേട്ട് വ്യാപാരി അയാൾക്ക് ഏതാനും ഈത്തപ്പഴങ്ങൾ സമ്മാനിച്ചു. ഒരു പാവപ്പെട്ട വിൽപ്പനക്കാരന്റെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നിയ അബ്ദുള്ള അടുത്ത ദിവസം പണം തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ വിൽപ്പനക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് തിരികെ നൽകേണ്ടതില്ല. ആവശ്യമുള്ള ആരെയെങ്കിലും സഹായിക്കുക, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ആ വാക്കുകൾ അബ്ദുള്ളയുടെ ജീവിതം മാറ്റിമറിച്ചു. അന്നു മുതൽ അവൻ തന്റെ സമ്പത്തിന്റെ ഒരു പങ്കു ആവശ്യമുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ദയയെക്കുറിച്ചുള്ള വാർത്തകൾ പരന്നതോടെ അദ്ദേഹത്തിന്റെ സഹായം തേടി ചുറ്റും നിന്ന് ആളുകൾ വന്നു. ഓരോ റമദാനിലും ഈത്തപ്പഴ വിൽപ്പനക്കാരന്റെ ദയയും താൻ പഠിച്ച പാഠവും അബ്ദുള്ള ഓർത്തു. ഏറ്റവും ചെറിയ ദയ പോലും ഒരാളുടെ ജീവിതത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തും. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ റമദാൻ മാസത്തിൽ ദയയും ഔദാര്യവും പ്രചരിപ്പിക്കാൻ അബ്ദുള്ളയുടെ കഥ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ഒരു ദിവസം ഉമ്മയെ ഇഫ്താർ തയ്യാറാക്കാൻ സഹായിക്കുന്നതിനിടയിൽ അയൽവാസിയായ ഫാത്തിമ തളർന്ന സങ്കടത്തോടെ പൂമുഖത്ത് ഇരിക്കുന്നത് അമീറ ശ്രദ്ധിച്ചു. എന്താണ് പറ്റിയതെന്ന് ഫാത്തിമയോട് ചോദിക്കാൻ അവൾ അവരുടെ അടുത്തേക്ക് നടന്നു. ഇഫ്താറിന് ഒരുക്കാനുള്ള ഭക്ഷണമൊന്നും തന്റെ പക്കൽ ഇല്ലായിരുന്നുവെന്ന് ഫാത്തിമ വ്യക്തമാക്കി. അവൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടി കുറച്ച് പലഹാരങ്ങൾ പാത്രത്തിൽ എടുത്ത് ഫാത്തിമയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മകൾ അയൽക്കാരന് ഭക്ഷണം കൊണ്ടുപോകുന്നത് കണ്ട് അമീറയുടെ ഉമ്മ അത്ഭുതപ്പെട്ടു. അമീറ, നീ എന്താണ് ചെയ്യുന്നത്? അവൾ ചോദിച്ചു. അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കരുതെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് എന്ന് അമീറ പറഞ്ഞു. അമീറയുടെ മറുപടിയിൽ അവളുടെ ഉമ്മ അഭിമാനിക്കുകയും അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, നന്നായി പ്രിയേ. അന്നു മുതൽ റമദാനിൽ എല്ലാ ദിവസവും ഫാത്തിമയുമായി ഭക്ഷണം പങ്കിടുന്നത് അമീറയും ഉമ്മയും ഒരു ശീലമാക്കി. ദിവസങ്ങൾ കഴിയുന്തോറും ഫാത്തിമയെ അവരുടെ പ്രവൃത്തികൾ ആഴത്തിൽ സ്പർശിച്ചു. ഒരു ദിവസം അവർ അമീറയുടെയും ഉമ്മയോടും പറഞ്ഞു, നിങ്ങൾ എനിക്ക് റമദാനിന്റെ യഥാർത്ഥ അർത്ഥം കാണിച്ചു തന്നു. അല്ലാഹു നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. സാറയും അമീറയും അയൽവാസികളായിരുന്നു. ഒരു ദിവസം അവർ വഴിയുടെ പ്രശ്നത്തിൽ പരസ്പരം വഴക്കിട്ട് പരസ്പരം വാക്കുതർക്കങ്ങളും വർദ്ധിച്ചു. റോഡ് പ്രശ്നത്തെ ചൊല്ലിയുള്ള വഴക്ക് ഇരുവരും തമ്മിൽ കടുത്ത ഭിന്നതയുണ്ടാക്കിയിരുന്നു. റമദാൻ അടുക്കുമ്പോഴും സാറയോടുള്ള വെറുപ്പും ദേഷ്യവും മാറ്റാൻ അമീറയ്ക്ക് കഴിഞ്ഞില്ല. അവൾ അവളോട് ക്ഷമിക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് ബുദ്ധിമുട്ടായിരുന്നു. ഒരു ദിവസം തറാവീഹ് നമസ്കരിച്ച ശേഷം അവരുടെ ഇമാം ഖുർആനിലെ ഒരു വാക്യത്തെ കുറച്ചു ക്ലാസ് എടുത്തു. അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടരുത്, കാരണം അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നു. അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അത് കേട്ടതും അമീറക്ക് കുറ്റബോധം തോന്നി. അല്ലാഹ് നമ്മുടെ എല്ലാം പാവങ്ങളും പൊറുക്കുന്നു.
അള്ളാഹുൻ വേണ്ടി തന്റെ സുഹൃത്തിന്റെ ചെറിയ തെറ്റ് എന്തുകൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല? അമീറ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. അവൾ സാറയെ ഇഫ്താറിന് ക്ഷണിച്ചുകൊണ്ട് ഒരു സന്ദേശം അയച്ചു. ക്ഷണത്തിൽ സാറ ആശ്ചര്യപ്പെടുകയും നന്ദി പറയുകയും ചെയ്തു. ഇഫ്താറിൽ അവർ ഒരുമിച്ച് സംസാരിക്കുകയും കരയുകയും ചെയ്തു. ഒടുവിൽ അമീറ സാറയോട് ക്ഷമിച്ചു. അന്നുമുതൽ അമീറയ്ക്ക് തന്റെ മനസ്സിൽ നിന്ന് ഒരു ഭാരമില്ലാതായതുപോലെ തോന്നി. ക്ഷമ സാറയ്ക്കു വേണ്ടിയല്ല, തനിക്കു വേണ്ടിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കയ്പിന്റെയും കോപത്തിന്റെയും ചങ്ങലകളിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ ചില വിട്ടുവീഴ്ചകൾക്ക് സാധിക്കും. ഒരു ചെറിയ ഗ്രാമത്തിൽ ഉമർ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. മൂർച്ചയുള്ള നാവിനും മറ്റുള്ളവരെ വിമർശിക്കാനുള്ള ഇഷ്ടത്തിനും പേരുകേട്ടവൻ. ഒരു ദിവസം ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ഒരു വൃദ്ധൻ ഒരു ചാക്കിൽ ധാന്യം ചുമന്നു പോകുകയായിരുന്നു. ആ ചാക്കിൽ ചെറിയ ദ്വാരമുള്ളതും അതിലൂടെ ധാന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നത് ഉമർ കണ്ടു. ചുറ്റുപാടുമുള്ളവരോട് ഉമർ പരിഹാസത്തോടെ പറഞ്ഞു, അയാളെ ചാക്കിലേക്ക് നോക്കൂ, അത് കീറിയതാണെന്ന് അവനറിയില്ലേ? അത് കേട്ടതും പിന്നിൽ നിന്ന് ആരോ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അവന്റെ ചാക്കിൽ ഒരു ചെറിയ ദ്വാരമേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടേത് നോക്കൂ, ഉമർ, 2 വലിയ ദ്വാരങ്ങളുണ്ട്. സ്വന്തം ചാക്കിലേക്ക് നോക്കിയ ഉമർ ഞെട്ടിപ്പോയി. അവൻ ലജ്ജയും നാണക്കേടും തോന്നി. ഒരു വൃദ്ധൻ അവനെ സമീപിച്ച് പറഞ്ഞു, ഉമർ, ഇനി മുതൽ ഒരു കണ്ണാടി കൂടെ കൊണ്ടുപോവുക. ആരെയെങ്കിലും വിമർശിക്കാൻ ആഗ്രഹം തോന്നുമ്പോഴെല്ലാം കണ്ണാടിയിൽ നോക്കുക. മറ്റുള്ളവരെക്കാൾ സ്വന്തം കുറവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കും. തന്റെ ആദ്യ നോമ്പിന് തയ്യാറെടുക്കുമ്പോൾ അലി അല്ലാഹുവിനോട് പാപമോചനം തേടാൻ തീരുമാനിച്ചു. എന്നാൽ എന്തൊക്കെയോ അശ്രദ്ധ കൊണ്ടും മടി കൊണ്ടും അലി അത് നാളത്തേക്ക് മാറ്റിവെച്ച് പിറ്റേന്ന് അദ്ദേഹം തന്റെ ഫജ്ർ നമസ്കാരം നിർവഹിച്ച ശേഷം ഖുർആൻ വായിക്കാനിരുന്നു. അപ്പോഴാണ് ഒരു ആയത്ത് അദ്ദേഹം ശ്രദ്ധിച്ചത്. അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടരുത്. തീർച്ചയായും അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നു. തീർച്ചയായും അല്ലാഹു പൊറുക്കുന്നവനും കരുണാനിധിയും ആണ്. അത് വായിച്ചപ്പോൾ അലിക്ക് നിരാശ അനുഭവപ്പെട്ടു. അല്ലാഹുവിന്റെ കാരുണ്യം വിശാലവും എല്ലാം പൊറുക്കുന്നവനാണെന്ന് അറിഞ്ഞിട്ടും ഈ പുണ്യമാസത്തിലെ ഈ അവസരം പ്രയോജനപ്പെടുത്താത്തതിൽ അലിക്ക് കുറ്റബോധം തോന്നി. അല്ലാഹുവിൽ നിന്ന് പാപമോചനം തേടുകയും തന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുമെന്ന് അലി സ്വയം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ അലി കുടുംബത്തോടൊപ്പം ഇഫ്താറിനായി ഇരുന്നു. നോമ്പു തുറക്കുമ്പോൾ തന്നെ ഒരു സമാധാന ബോധം അലയടിച്ചു. റമദാൻ മാസത്തിലുടനീളം അലി അല്ലാഹുവിനോട് പാപമോചനം തേടുന്നത് തുടർന്നു. ഓരോ ദിവസം കഴിയുന്തോറും തന്റെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്നതായി തോന്നി. അല്ലാഹുവിനോട് പാപമോചനം തേടുന്നത് പാപമോചനം ആവശ്യപ്പെടുക മാത്രമല്ല, തന്റെ മോശം പ്രവൃത്തികൾ മാറ്റി ഒരു നല്ല വ്യക്തിയായി തീരുക കൂടിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരേ ഗ്രാമത്തിൽ വ്യാപാരികളായി ജോലി ചെയ്യുന്ന 2 സുഹൃത്തുക്കളായിരുന്നു അലിയും അമറും. തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അലി രാവും പകലും അശ്രാന്തമായി പ്രവർത്തിച്ചു. സമ്പത്തും പദവിയും സ്വരൂപിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ. വർഷങ്ങൾ കടന്നുപോകുന്തോറും അലിയുടെ സമ്പത്തും പദവിയും വർദ്ധിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹം കൂടുതൽ ഒറ്റപ്പെടുകയും ടെൻഷൻ അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്തു. നേരെ മറിച്ച് അമർ തന്റെ ബിസിനസ്സിനൊപ്പം തന്റെ വിശ്വാസത്തിനും ആത്മീയ വളർച്ചയ്ക്കും മുൻഗണന നൽകി. പ്രാർത്ഥനയ്ക്കും ആവശ്യമുള്ളവരെ സഹായിക്കാനും അല്ലാഹുമായി ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കാനും അദ്ദേഹം സമയം നീക്കിവെച്ചു. തൽഫലമായി അമറിന്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടു. അദ്ദേഹത്തിന് അഗാധമായ ലക്ഷ്യബോധവും സംതൃപ്തിയും സമാധാനവും അനുഭവപ്പെട്ടു. ഒരു ദിവസം അലി അമറിനെ സന്ദർശിച്ച് ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് ഇത്രയധികം സന്തോഷവും സമാധാനവും ലഭിക്കുന്നത്? അമ്മാർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദുനിയവിന്റെ പുറകെ ഓടുമ്പോൾ ദുനിയയുടെ പുറകെ ഓടുന്നു, അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതിൽ നിന്റെ പിന്നിൽ ആരുമില്ല, നിന്റെ മുന്നിൽ ആരുമില്ല, നിന്റെ ഉള്ളിൽ ശൂന്യമാണ്. എന്നാൽ ഞാൻ ദീനിനെ പിടിക്കുമ്പോൾ ദുനിയ എന്റെ പുറകിലേക്ക് ഓടുന്നു. തന്റെ തെറ്റ് മനസ്സിലാക്കിയ അലി തന്റെ മുൻഗണനകൾ പുനഃക്രമീകരിക്കാൻ തുടങ്ങി. അന്നു മുതൽ അവനും തന്റെ വിശ്വാസത്തിന് പ്രഥമസ്ഥാനം നൽകുന്നതിന്റെ സന്തോഷവും സംതൃപ്തിയും അനുഭവിച്ചു. ഒരു മനുഷ്യൻ ഒരു വൃദ്ധന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ക്ഷമിക്കണം,
എനിക്ക് വിശന്നപ്പോൾ ഞാൻ നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് മുന്തിരി തിന്നു. ഇപ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. ഞാൻ ചെയ്തതിൽ ഞാൻ ഖേദിക്കുന്നു. ചുറ്റുമുള്ള ആളുകൾ ആ മനുഷ്യനെ ശകാരിക്കാൻ തുടങ്ങി. പക്ഷേ വൃദ്ധൻ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ലോകത്തു ആരും പൂർണ്ണരല്ല. പാപരഹിതരായി അല്ലാഹ് നമ്മെ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യൻ തെറ്റുകൾ പറ്റും, എന്നാൽ നമ്മിൽ ഏറ്റവും ഉത്തമർ പശ്ചാത്തപിക്കുന്നവരാണ്. തെറ്റിലേക്ക് വീണാൽ തിരികെ എഴുന്നേൽക്കുന്നവരാണ്. ആ വൃദ്ധൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. സന്തോഷത്തോടെ അദ്ദേഹം മടങ്ങി. പാവമോചനത്തിന്റെ 10 നമ്മളിൽ കടന്നു വന്നിരിക്കുന്നു. നമുക്ക് പശ്ചാത്തപിച്ചു അല്ലാഹുവിലേക്ക് മടങ്ങാം. നമ്മുടെ ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കട്ടെ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ ഒരു തംബ്സ് അപ്പ് നൽകി എന്നെ അറിയിക്കൂ. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തണേ.